ഇതോടുകൂടി നീ ആ വീടിന്റെ നിയന്ത്രണം പൂർണ്ണമായി നിന്റെ കൈകളിലേക്കാക്കണം. ശിവൻ എന്ന മാടിനെ നീ ആ വീട്ടിൽ തളച്ചിടണം. ആദ്യം സ്നേഹം കൊണ്ട് നോക്കാം, അത് കഴിഞ്ഞു മതി ചതിയുടെ വഴി. എന്തായാലും നിങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുക. ശാരദാമ്മ തിരിച്ചു വരും. നിങ്ങളുടെ അമ്മ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടെത്തിക്കൊണ്ടുവരും. ഇവിടെ ഉറപ്പ്. പറഞ്ഞോ ഡേസി. പറഞ്ഞ പ്രകാരം ഞാനിവിടെ താമസം തുടങ്ങി, ശിവന്റെ വാടക വീട്ടിൽ. വെരി ഗുഡ്. അവന്റെ പ്രതികരണം എന്താ? എന്നെ കാണുന്ന തന്നെ ചതുർത്ഥിയാ. എന്തായിരിക്കും പ്രതികരണം എന്ന് ഊഹിക്കാവുന്നതല്ലേ? അതൊന്നും കാര്യാക്കണ്ട. വലിഞ്ഞു കയറി ചെന്നവളെന്നുള്ള കോംപ്ലക്സ് ഒന്നും മനസ്സിൽ തോന്നണ്ട. അവന്റെ A to Z കാര്യങ്ങളിൽ ഇടപെടണം. പുറത്തേക്കിറങ്ങിയാൽ ചോദിക്കണം എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു. കൃത്യമായിട്ട് മറുപടി കിട്ടുമൊന്നും വേണ്ട. നമ്മുടെ ഉദ്ദേശം എന്താ? മാക്സിമം അവനെ ഇറിറ്റേറ്റ് ചെയ്യാ. തിളച്ച എണ്ണയിലിട്ട് ജീവനോടെ പൊരിച്ചെടുക്കുന്ന അവസ്ഥയില്ലേ, അതുപോലെ അവൻ കിടന്ന് കൈകാലിട്ടടിക്കണം. നിലയില്ലാ കയത്തിൽ വീഴുമ്പോ കാണിക്കുന്ന മരണവെപ്രാളമില്ലേ, അതവന്റെ മുഖത്ത് കാണണം. വന്നു കയറിയപ്പോ നീ എന്തിനാ വന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ഈ താലി എടുത്ത് കാണിച്ചു. ഇനി ഞാൻ ഇവിടെയാ ജീവിക്കാൻ പോകുന്നെന്നും പറഞ്ഞു. എനിക്ക് അന്ത്യശാസനം നൽകി പോയിരിക്കുക, തിരിച്ചു വരുമ്പോ ഞാനിവിടെ കാണരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു പടി കൂടി നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ വെപ്പും കുടിയൊക്കെ ഉണ്ടോ? ഇവിടെ ആങ്ങളെയും പെങ്ങളും കൂടി ഹോട്ടൽ ഭക്ഷണമാണ് ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു. നീ ആ ഫോണുമായിട്ടൊന്ന് അടുക്കളയിലേക്ക് ചെന്നേ. അല്ല, അടുപ്പിൽ പൂച്ച പറ്റി കിടപ്പുണ്ടോ നമുക്ക് നോക്കാമല്ലോ. ഇപ്പൊ നോക്കിയേക്കാം. ഓ, ഇവിടെ ഒരു ഗ്ലാസ് ചായ പോലും വെച്ചിട്ട് കാലങ്ങളായിന്ന് തോന്നുന്നു. പൂച്ചയല്ല, ഇവിടെ പുലി വെറ്റ് കിടന്നാ പോലും ആരും അറിയത്തില്ല. ഇവിടെ കയറുന്നില്ലല്ലോ ആരും. എങ്കിൽ ആ അലമാരത്തട്ടിലെ ഡപ്പിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിക്കേ. പഞ്ചസാരയോ തേയിലോ അങ്ങനെ എന്തേലും, പ്രത്യേകിച്ച് ഈ പൊടി ഐറ്റംസ് ഒക്കെ. ഏയ്, ഇതൊക്കെ കാലിയാ. എങ്കിൽ ഇനിയാണ് നമ്മുടെ കയ്യിലെ ബ്രഹ്മാസ്ത്രം പുറത്തെടുക്കേണ്ടത്. ചേച്ചി പറഞ്ഞോ. ഇതോടുകൂടി നീ ആ വീടിന്റെ നിയന്ത്രണം പൂർണ്ണമായി നിന്റെ കൈകളിലേക്കാക്കണം. ശിവൻ എന്ന മാടിനെ നീ ആ വീട്ടിൽ തളച്ചിടണം. ആദ്യം സ്നേഹം കൊണ്ട് നോക്കാം, അത് കഴിഞ്ഞു മതി ചതിയുടെ വഴി. എന്തായാലും ഇനി നീ തെളിക്കുന്ന തേരിലിരുന്നേ ശിവൻ സഞ്ചരിക്കാവൂ. ആശാനേ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം ചേച്ചി. ശരി ഡേസി. ആശാനേ, ആശാനേ. എന്താ? ആരാ? എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാണെന്നോ? വേലേതട്ടിന് പിന്നെ മകളാ? ഇതേത് മോള്? കൺഫ്യൂഷൻ ആയല്ലോ. അല്ല, ചന്ദ്രയുണ്ടോ? ചന്ദ്രന് സൂര്യനെ കൊണ്ടുവന്ന് തീർക്കാൻ താനാരാ? ഞാൻ കമലൻ, ശിവാശന്റെ ശിഷ്യനാ. ഓ, എങ്കിൽ ശിവനാശാന്റെ ഭാര്യയാ ഞാൻ, ഡെയ്സി. ഭാര്യ? ദേ, ഇതാ താലി.
അല്ല ഇതൊക്കെ എപ്പോ കഴിഞ്ഞ് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞു. അല്ല, എല്ലാം തന്നെ അറിയിച്ച് ചെയ്യണമെന്നുണ്ടോ? ആഹാ, അത് ശരി. ഞാനേ ആശൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നെ അറിയിക്കാതെ കല്യാണോ? അത് ഏത് വകയിലേ കല്യാണോ? എന്തേ? അല്ല, ആശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ, ഇനി കിട്ടാനേ കുറച്ച് പ്രയാസമായിരിക്കും. കുടുംബവും കുട്ടികളും ഒക്കെ ആവാൻ പോവല്ലേ. അല്ല, ഇത്ര പെട്ടെന്നാ? ഇതിപ്പോ ആശനെ കണ്ടിട്ട് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇനി ഞാനിപ്പോ എന്താ ചെയ്യാ? ഓ, തനിക്ക് ചെയ്യാനാണോ? തനിക്ക് ചെയ്യാനുള്ള പണി ഞാൻ ഇപ്പൊ തരാം. ഒരു മിനിറ്റ്. പണിയാ? പണിയാ? എന്ത് പണിയായിരിക്കും? ദാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ പോയി വാങ്ങിട്ട് വാ. ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, വറ്റൽമുളക്, പയറ്, പരിപ്പ്, തേയില, പഞ്ചസാര, അരി, ജീരകം, കടുക്, വെളിച്ചെണ്ണ, മസാല, സാമ്പാർ പൊടി, തേങ്ങയാ? ഒരു കുടുംബാവുമ്പോഴേ ആദ്യം വേണ്ടത് വീട്ടു സാധനങ്ങളാ. ഒരു വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നതേ അടുക്കളയാ. അതുകൊണ്ട് ആദ്യം നിറയേണ്ടതും അടുക്കള തന്നെയാ. അടുക്കള നിറഞ്ഞാൽ വയറും താനെ നിറയുന്ന പഴമക്കാര് പറയുന്ന. ഇതൊന്നും കലമാൻ അറിയത്തില്ല, കേട്ടിട്ടില്ലേ? കലമാനല്ല, കമലൻ. ആ, കമലനെങ്കിൽ കമലൻ. വേഗം പോയിട്ടേ ഇതൊക്കെ അങ്ങ് മേടിച്ചോണ്ട് വാ. അല്ലപ്പോ ഇതിനുള്ള കാശോ? അതൊക്കെ നീ നിന്റെ ആശാന്റെ കയ്യിൽ നിന്ന് മേടിച്ചാ മതി. ഗൃഹനാഥനെ നിന്റെ ആശാന. വെച്ച് വിളമ്പി തരാനേ എനിക്ക് അവകാശമുള്ളൂ. പോയി മേടിച്ചോണ്ട് വാടോ. ശരിയായി തരാം. ആശാനേ, ആശാനേ, ശരിയായി തരാം. ശിവൻ, അവനെ ഒതുക്കാതെ ഇനി ഒരു കളിയും ശാലിക്കെതിരെ നടക്കില്ല. നേരത്തെ വിഷ്ണു ആയിരുന്നു, അത് പിന്നെ കളക്ടറുടെ ഭർത്താവാണെന്ന് വെക്കാം. ഇടപെടാനുള്ള അവകാശമുണ്ടെന്നും വെക്കാം. ഈ ശിവൻ എന്തിനെങ്ങനെ വിറച്ചുള്ളി നടക്കുന്നത്? ഡ്രൈവർ പണിക്ക് വന്നവനാണെങ്കിൽ അതും നോക്കി കിട്ടുന്ന കാശ് വാങ്ങി അങ്ങ് പോയാ പോരെ? ശാലിക്കെതിരെ തിരിയുന്നവരെയൊക്കെ തിരക്കി പിടിച്ച് ആക്രമിക്കാന്നൊക്കെ പറഞ്ഞാ തനി ഗുണ്ടായിസല്ലേ അവൻ കാണിക്കുന്നത്?